നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കുവൈറ്റിൽ മദ്യവും മയക്കുമരുന്നും ഒപ്പം കുറ്റകൃത്യങ്ങളും ഏറുന്നതോടെ പ്രവാസികൾക്കും ഭീഷണി. പോലീസ് പിടിയിലാകുന്ന മിക്കവാറും കേസുകളിൽ പ്രവാസികൾ മാത്രം. കുവൈറ്റിലെ സെൻട്രൽ ജയിലിൽ നടന്ന റെയ്ഡിൽ മൊബൈൽ ഫോണുകളും ആയുധങ്ങളും പിടിച്ചെടുത്തതും വലിയ വാർത്തയായി. തടവുകാർ വിവിധ സ്ഥലങ്ങളിൽ ഒളിപ്പിച്ചു വച്ചിരുന്ന മൊബൈൽ ഫോണുകൾ, ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നതിനുള്ള ഡാറ്റ കാർഡുകൾ, ചാർജറുകൾ, ഇയർഫോണുകൾ, പലതരം ആയുധങ്ങൾ എന്നിവയെല്ലാമാണ് പരിശോധനയിൽ കണ്ടെത്തിയത്. കുവൈറ്റിലെ സെൻട്രൽ ജയിലിൽ കഴിഞ്ഞ ദിവസം അധികൃതർ നടത്തിയ അപ്രതീക്ഷിതമായ പരിശോധനയിലാണ് മൊബൈൽ ഫോണുകൾ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ തടവുകാരിൽ നിന്ന് പിടിച്ചെടുത്തത്. ആഭ്യന്തരമന്ത്രിയുടെ ചുമതല വഹിക്കുന്ന ഡെപ്യൂട്ടി പ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമായ ഷെയ്ഖ് തലാൽ അൽ ഖാലിദ് അൽ അഹമ്മദ് അൽ സബഹാറിന്റെ നിർദ്ദേശപ്രകാരം ആഭ്യന്തര മന്ത്രാലയം അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി ലഫ്റ്റനന്റ് ജനറൽ അൻവർ അബ്ദുൽ ലത്തീഫ് അൽ ബർജാസാണ് പരിശോധന നടത്താൻ ഉത്തരവിട്ടത്. പരിശോധന നടത്തുന്നതിന്റെയും പിടിച്ചെടുത്ത സാധനങ്ങളുടെയും വീഡിയോ ദൃശ്യങ്ങൾ കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയം തങ്ങളുടെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ പേജുകൾ വഴി പുറത്തുവിട്ടിട്ടുമുണ്ട്. കുവൈറ്റിൽ പ്രാദേശികമായി നിർമ്മിച്ച മദ്യവും മയക്കുമരുന്നുമായി 4 പ്രവാസികളെ പോലീസ് സുരക്ഷാ ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്തു. മുബാറക് അൽ കബീറിലെ സബാൻ ഏരിയയിൽ നിന്നാണ് ഇവരെ പിടികൂടിയത്. പ്രാദേശികമായി നിർമ്മിച്ച 114 കുപ്പി മദ്യമാണ് ഇവരുടെ കൈവശമുണ്ടായിരുന്നതെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. പിടിയിലായവർ 2 പേർ മദ്യലഹരിയിലായിരുന്നു എന്നാണ് റിപ്പോർട്ട്. ഖുറൈൻ ഏരിയയിൽ നിന്ന് മയക്കുമരുന്നുമായി മറ്റു 2 പേരും പോലീസിന്റെ പിടിയിലായി. പരിശോധനയ്ക്കെത്തിയ ഉദ്യോഗസ്ഥരുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ പോലീസ് പട്രോൾ സംഘത്തിന്റെ വാഹനവുമായി കൂട്ടിയിടിച്ചപ്പോഴാണ് ഇവർ പിടിയിലായത്. കുവൈത്തിൽ 400 കുപ്പി മദ്യം പിടിച്ചെടുത്ത സമാന സംഭവവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആഭ്യന്തര മന്ത്രാലയ അധികൃതർ നടത്തിയ പരിശോധനയിലാണ് മദ്യനിർമ്മാണശാല കണ്ടെത്തിയത്. കബ്ദ പ്രദേശത്തെ മദ്യനിർമ്മാണശാലയിൽ നടത്തിയ പരിശോധനയിൽ 4 പേരെ ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്തു. വിൽപ്പനയ്ക്കായി ഉണ്ടാക്കി സൂക്ഷിച്ച 400 കുപ്പി മദ്യം ജഹ്റ ഗവർണറേറ്റ് സെക്യൂരിറ്റി ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ ഇവിടെ നിന്ന് പിടിച്ചെടുത്തു. എല്ലാവരെയും തുടർ നിയമ പരിപാടികൾക്കായി ബന്ധപ്പെട്ട വിഭാഗങ്ങൾക്ക് കൈമാറി. ഓൺലൈൻ തട്ടിപ്പുകൾ രാജ്യത്ത് ദിനംപ്രതി കൂടിവരുന്നതായുള്ള റിപ്പോർട്ടുകളും പുറത്തുവരുന്നു. പണം തട്ടിയെടുക്കാനും ആളുകളെ വഞ്ചിക്കാനും പലതരത്തിൽ ഓൺലൈൻ സാധ്യതകളും തട്ടിപ്പുകാർ ഉപയോഗപ്പെടുത്തുന്നുണ്ടെന്നും ഡിജിറ്റൽ സാങ്കേതിക വിദ്യകളെക്കുറിച്ച് വേണ്ടത്ര ധാരണയില്ലാത്തവരാണ് തട്ടിപ്പുകളിൽ അധികവും ഇരകളാകുന്നതെന്നും അധികൃതർ അറിയിച്ചു. ഇതേ തുടർന്ന് ഓൺലൈൻ വഴിയുള്ള സാമ്പത്തിക നിക്ഷേപങ്ങൾ, ഓൺലൈൻ വ്യാപാരങ്ങൾ, മറ്റ് പണമിടപാടുകൾ തുടങ്ങിയവ നടത്തുമ്പോൾ ജാഗ്രത പുലർത്തണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. വ്യക്തിഗത വിവരങ്ങൾ, ബാങ്ക് വിശദാംശങ്ങൾ, OTP, CVV കോഡുകൾ, കാർഡുകളുടെ എക്സ്പയറി തീയതികൾ എന്നിവ ആർക്കും വെളിപ്പെടുത്തരുതെന്നും മുന്നറിയിപ്പുണ്ട്. ഏതായാലും കുറ്റകൃത്യങ്ങൾ കൂടുന്നതോടെ കുവൈറ്റിലെ മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികൾ വിഷമത്തിലാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.